إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أوصيكم وإياي أولا بما وصى الله به الأولين والآخرين أن اتقوا الله فاتقوا الله يا عباد الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നശ്വരമായ ഈ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ആദ്യത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണമടയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങുവാനും യഥാർത്ഥ മുത്തഖീകളായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ച വളരെ പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു. അസ്മഈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അറബി ഭാഷാ പണ്ഡിതന്മാർ അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, വലൗലൽ അസ്മഈ ലദഹബ സുലുസുൽ ലുഗ. അസ്മഈ ഇല്ലായിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ 1/3 നഷ്ടപ്പെടുമായിരുന്നു. അത്രയും പ്രഗത്ഭനായ അസ്മഈ ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് എന്ന ആയത്ത് പാരായണം ചെയ്ത് അതിന്റെ അവസാനത്തിൽ വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പാരായണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു അഅറാബി, ഒരു ഗ്രാമീണൻ, അദ്ദേഹം എഴുന്നേറ്റ് ചോദിച്ചു. നിരക്ഷനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, കലാമു മൻ ഹാദാ, ഇത് ആരുടെ കലാമാണ്? താങ്കൾ പാരായണം ചെയ്തത് ആരുടെ കലാമാണ് എന്ന് ചോദിച്ചു. അസ്മഈയുടെ മറുപടി, ഹാദാ കലാമുല്ലാഹ്. എന്താണ് സംശയം? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണല്ലോ, ഖുർആനിലെ വചനമാണല്ലോ. ആ അഅറാബി മറുപടി പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി ആ ആയത്തൊന്ന് പരിശോധിക്കണം. അസ്മഈ വീണ്ടും ആ ആയത്ത് പാരായണം ചെയ്തു. എന്നിട്ട് അവസാനത്തിൽ വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അവസാനിപ്പിച്ചു. അഅറാബിയുടെ മറുപടി, വല്ലാഹി ഹാദാ ലൈസ ബികലാമില്ല, അല്ലാഹു ആണ് സത്യം, ഇതൊരിക്കലും അല്ലാഹുവിന്റെ വാക്കല്ല, ഇതൊരിക്കലും അല്ലാഹുവിന്റെ കലാമല്ല, നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഈ സമയത്ത് അസ്മഈ ആ ആയത്ത് പരിശോധിക്കുകയാണ്. അദ്ദേഹം ഓതിയത് വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ് അദ്ദേഹം ഓതിയത്. അദ്ദേഹം പരിശോധിച്ചപ്പോൾ അവിടെ വല്ലാഹു അസീസുൻ ഹകീം എന്നാണ് ശരിക്കും വിശുദ്ധ ഖുർആനിലുള്ളത്.
ഉടനെ അസ്മഈ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ തഹ്ഫദുൽ ഖുർആൻ, താങ്കൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ? ആ ഹിഫ്ദിൽ നിന്നാണോ താങ്കൾ എന്നെ തിരുത്തിയത്? അദ്ദേഹത്തിന്റെ മറുപടി, ഇല്ല, ഞാൻ വിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്തിട്ടില്ല. അസ്മഈ വീണ്ടും ചോദിച്ചു, ഹൽ തഖറഉൽ ഖുർആൻ, താങ്കൾ വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് മുമ്പ് പാരായണം ചെയ്തിട്ടുണ്ടോ? അതിന്റെ ആ പാരായണം ചെയ്ത ഓർമ്മയിൽ നിന്നാണോ താങ്കൾ എന്നെ തിരുത്തിയത്? അസ്മഈക്ക് അദ്ദേഹം മറുപടി പറയുന്നു, ഇല്ല, ഞാൻ ഈ ആയത്ത് മുമ്പ് പാരായണം ചെയ്തിട്ടില്ല. വളരെ അത്ഭുതത്തോടു കൂടി അസ്മഈ ആ അറാബിയോട് ചോദിക്കുകയാണ്, കെയ്ഫ്, പിന്നെ എങ്ങനെയാണ് താങ്കൾ തിരുത്തിയത്? ഞാൻ ഓതിയ ആയത്തിൽ അബദ്ധമുണ്ട് എന്നും അവിടെ വല്ലാഹു ഗഫൂർ റഹീം എന്നല്ല വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് അസ്മഈ ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു ആയത്ത് എന്നുള്ളത് മോഷണവുമായി ബന്ധപ്പെട്ട് മോഷ്ടിച്ച വ്യക്തിയുടെ കൈ, ആ വ്യക്തിയുടെ കൈ മുറിച്ചു മാറ്റണം എന്ന ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ്. ഉടനെ അറാബി നൽകിയ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൈ മുറിച്ചു മാറ്റണം എന്നാണ് പറഞ്ഞത്. അസ്സ ഫഹകമ ഫഖതഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, പ്രതാപമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു കാര്യം വിധിച്ചു. ആ വിധി, അള്ളാഹുവിന്റെ വിധി എന്നുള്ളത് അവിടെ അയാളുടെ കൈ മുറിച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു. വലൗ ഗഫറ വറഹിമ ലം യഖത. അറബ് പറയുകയാണ്, അവിടെ വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും റഹ്മത്ത് ചെയ്യുന്നവനുമാണ് എന്നായിരുന്നെങ്കിൽ അള്ളാഹു ഒരിക്കലും അവിടെ കൈ മുറിച്ചു മാറ്റുവാൻ കൽപ്പിക്കുകയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളിലും ഓരോ ആശയങ്ങളിലും ഓരോ പദങ്ങളിലും വലിയ വലിയ ചിന്തകളും അതുപോലെ തന്നെ അത്ഭുതങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് അതിൽ ചിന്തിക്കുമ്പോഴും അതിൽ ആഴ്ന്നിറങ്ങി വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ നാം അതിലേക്ക് ഇറങ്ങുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരുപാട് അത്ഭുതങ്ങൾ, ഇത്തരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉയർച്ച എന്നുള്ളത് ഒരിക്കലും നമുക്ക് ലഭിക്കുന്ന വലിയ ജോലികളിലോ അല്ലെങ്കിൽ ഉയർന്ന ശമ്പളമുള്ള എന്തെങ്കിലും തസ്തികകളിലോ അല്ലെങ്കിൽ സമൂഹം നമ്മെ എങ്ങനെ നോക്കിക്കാണുന്നു, സമൂഹത്തിൽ എത്രത്തോളം നമുക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതിലല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉയർച്ച. മറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണ്, നമ്മുടെ സ്ഥാനം എവിടെയാണ്, വിശുദ്ധ ഖുർആനോട് നമ്മുടെ ബന്ധം എത്രയാണ്, അതനുസരിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ഉയർച്ച എന്നുള്ളത്. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം മക്കയിലെ ഗവർണറായിക്കൊണ്ട് നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന വ്യക്തിയെ അവിടുത്തെ ഗവർണറെ നിയമിച്ചിരുന്നു. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്ഫാൻ എന്ന പ്രദേശത്ത് വെച്ച് നാഫിഇനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മൻ ഇസ്തഅമൽത അലാ അഹ്ലിൽ വാദി, താങ്കളെ ഏൽപ്പിച്ച ആ പ്രദേശത്തിന്റെ ഗവർണറായി നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത്? താങ്കൾ ഇപ്പോൾ ആ മക്കത്തില്ല, അപ്പോൾ പകരം ആരെ ഏൽപ്പിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. നാഫിഇന്റെ മറുപടി, ഇബ്നു അബ്സ, ഞാൻ ഇബ്നു അബ്സ എന്ന വ്യക്തിയെയാണ് എന്റെ പകരക്കാരനായി കൊണ്ട് അവിടെ ഗവർണറായി നിയമിച്ചത്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ, എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത? ഒരു ഗവർണറാകാൻ മാത്രം, ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ മാത്രം എന്ത് യോഗ്യതയാണ് ആ വ്യക്തിക്കുള്ളത്? നാഫിഇന്റെ മറുപടി, മൗലം മിൻ മവാലിന, അയാൾ ഇബ്നു അബ്സ എന്ന വ്യക്തി ഞങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലം മിൻ മവാലിന, ഒരു അടിമയെയാണോ താങ്കൾ ഏൽപ്പിച്ചു പോകുന്നത്? ഒരു ഗവർണറുടെ ഉത്തരവാദിത്വം, ഒരു ഗവർണറുടെ പകരക്കാരനായിക്കൊണ്ട് ഒരു നാടിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഒരു അടിമയെ ഏൽപ്പിച്ചു കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് നാഫിഇന്റെ മറുപടി വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹം മറുപടി പറയുകയാണ്, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, അദ്ദേഹം ഒരു മൗലയാണെങ്കിലും ഒരു അടിമയാണെങ്കിലും ഉമർ, താങ്കൾ അറിയണം, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ അറിവുള്ള, അത് പാരായണം ചെയ്യുന്ന, അതുമായി നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് ചോദിച്ചില്ല ഉമർ. താങ്കൾ അറിയണം, അദ്ദേഹം ഒരു അടിമയാണെങ്കിലും വിശുദ്ധ ഖുർആനിൽ അറിവുള്ള, അള്ളാഹുവിന്റെ കലാമിൽ, അള്ളാഹുവിന്റെ കിതാബിൽ അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുകയാണ്. ഈ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഇനെ മറുപടി കൊടുക്കുകയാണ്, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാല, നിങ്ങൾ അറിയണം, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹിൽ ആഖരീൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട്, അള്ളാഹുവിന്റെ കലാം കൊണ്ട്, വിശുദ്ധ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും. അവർക്കൊരു പക്ഷേ നാട്ടിൽ വലിയ സ്ഥാനം ഉണ്ടായിരിക്കണമെന്നില്ല, വലിയ ജോലി ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഉയർന്ന ജോലിയോ നാട്ടിൽ സൽപ്പേരുകളോ ഉണ്ടായിരിക്കണമെന്നില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ അറിവുള്ളത് കൊണ്ടും വിശുദ്ധ ഖുർആൻ നിരന്തരമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തുമെന്നുള്ളതാണ്. അതോടൊപ്പം ചിലപ്പോൾ നല്ല ജോലികളുള്ള, നല്ല ശമ്പളമുള്ള, നാട്ടിൽ വലിയ സ്ഥാനങ്ങളുള്ള ആളുകൾ വിശുദ്ധ ഖുർആനോട് അവർ അവഗണിച്ചത് കൊണ്ട്, വിശുദ്ധ ഖുർആനുമായി അവർ ബന്ധപ്പെടാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവരെ താഴ്ത്തുമെന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉയർച്ച വിശുദ്ധ ഖുർആനിൽ എത്രത്തോളം നമുക്ക് ബന്ധമുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ്. പരലോകത്ത് ചെന്നാൽ നമ്മുടെ അമലുകൾക്ക് പുറമെ നമ്മുടെ ഈ ശരീരത്തെയും തൂക്കുമെന്നാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അന്ന് മീസാനിൽ കനം തൂങ്ങുവാൻ നമുക്ക് കൂടെ ഉണ്ടാവുക അള്ളാഹുവിന്റെ ദീനിലും വിശുദ്ധ ഖുർആനിലും നമുക്കുള്ള ഇൽമും അതുമായുള്ള നമ്മുടെ ബന്ധവുമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഒരു മരത്തിൽ കയറിയപ്പോൾ വളരെ ശക്തമായ കാറ്റ് വീശുകയാണ്. ആ ശക്തമായ കാറ്റിൽ അദ്ദേഹത്തിന്റെ വളരെ മെലിഞ്ഞ കാലുകൾ ആടാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ സഹാബാക്കൾ ഒന്ന് ചിരിച്ചുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? അവരുടെ മറുപടി, റസൂലെ, ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ കാലുണ്ടല്ലോ, അത് ആടുന്നത് കണ്ടാണ് ഞങ്ങൾ ചിരിച്ചത് എന്ന് സഹാബാക്കൾ മറുപടി പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദ്, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മീസാനിൽ ഈ ചുവന്ന പർവ്വതമുണ്ടല്ലോ, ഉഹുദ് മല, അതിനേക്കാൾ ഭാരമുള്ളതായിരിക്കും ആ കാലുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലുകൾക്ക് നാളെ മീസാനിൽ കനം തൂങ്ങുവാൻ കാരണമായത്? അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആനുള്ള ഇൽമാണ്. വിശുദ്ധ ഖുർആനിനു വേണ്ടി അദ്ദേഹം ജീവിതം മാറ്റിവെച്ച് അതിനു വേണ്ടി ചടഞ്ഞിരുന്ന് അദ്ദേഹം ജീവിച്ചത് കൊണ്ട് നാളെ മീസാനിൽ അദ്ദേഹത്തിന്റെ കാല് കനം തൂങ്ങുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. എത്രയാണ് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ നാം എത്തി നിൽക്കുന്നത് എന്ന് നാം ഗൗരവത്തിൽ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനുമായി എപ്പോഴും നമുക്കൊരു ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. എന്ത് തിരക്കുള്ള ജോലികളാണെങ്കിലും, എത്ര തിരക്കുള്ള ദിവസങ്ങളാണെങ്കിലും, വിശുദ്ധ ഖുർആന് വേണ്ടി ഇത്ര സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കും. ദിവസവും ഇത്ര സമയം, എന്തായിരുന്നാലും എന്ത് തിരക്കാണെങ്കിലും അത് ഉറങ്ങുന്നതിന് മുമ്പ് ഇത്ര പേജ് ഞാൻ എന്തായാലും പാരായണം ചെയ്തു, ഇത്ര പേജിന്റെ വിശദീകരണം, അതിന്റെ പരിഭാഷ എന്തായിരുന്നാലും ഞാൻ വായിക്കും എന്നുള്ളൊരു തീരുമാനം കൊടുത്ത് വിശുദ്ധ ഖുർആനുമായി എപ്പോഴും നാം ബന്ധം ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നമാ മസലു സാഹിബിൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ സാഹിബിന്റെ ഉപമ എന്നുള്ളത് കമസലിൽ ഇബ്നിൽ മുഅത്തല, കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണ്. ഇൻ ആഹദ അലൈഹ അംസകഹ വ ഇൻ അത്ലഖഹ ദഹബത്. വിശുദ്ധ ഖുർആനെ എപ്പോഴും നാം പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആനുമായി എപ്പോഴും നാം പരിചരിച്ചാൽ, അതുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ചാൽ വിശുദ്ധ ഖുർആൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അഥവാ അതിനെ നാം ഒഴിവാക്കുകയാണെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ, അതുമായി നിരന്തരം ബന്ധപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഒരു ഒട്ടകം, കെട്ടയിച്ചു വിട്ട ഒട്ടകം വിദൂരതയിലേക്ക് പോകുന്നത് പോലെ നമ്മളിൽ നിന്ന് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന് വേണ്ടി ഇത്ര പേജുകൾ, ഇത്ര ഭാഗങ്ങൾ, ഇത്ര സമയത്ത് ഞാൻ എന്തായാലും ഓതി തീർക്കും, എന്തായാലും പഠിക്കും, ഈ ആയത്തുകളെ ദിവസവും ഞാൻ പഠിക്കും എന്നുള്ള തീരുമാനമെടുത്ത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നാം ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ നമ്മുടെ സാഹിബായിക്കൊണ്ട്, നമ്മുടെ ചങ്ങാതിയായിക്കൊണ്ട് മാറണമെന്നുള്ളതാണ്. സാഹിബ് എന്നാൽ എപ്പോഴെങ്കിലും കാണുന്ന ഒരു വ്യക്തിയല്ല ചങ്ങാതി എന്നുള്ളത്, മറിച്ച് അതിനെ കാണാതാകുമ്പോൾ നമുക്ക് സങ്കടം വരും. അതുപോലെ തന്നെ നിരന്തരം അതിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും, അതുമായി ഇടപഴകുമ്പോൾ നമുക്ക് വലിയ ആനന്ദവും മനസ്സിന് കുളിർമയും ഉണ്ടാകണം. ആ ഒരു രൂപത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ സാഹിബായി തീരേണ്ടതുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ സാഹിബായി തീരുമ്പോൾ പരലോകത്ത് അയാളോട് പറയപ്പെടും, സ്വർഗത്തിൽ വെച്ച് അയാളോട് പറയപ്പെടും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ, നീ പാരായണം ചെയ്യുക, എന്നിട്ട് നീ നിന്റെ ദറജകൾ കയറിപ്പോവുക. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ അവസാനം പാരായണം ചെയ്യുന്ന ആയത്തുണ്ടല്ലോ, അത്രയും ദറജകൾ, അത്രയും പദവികൾ കയറിയിട്ടാണ് നിന്റെ സ്ഥാനമുള്ളത് എന്ന് അയാളുടെ സ്വർഗത്തിൽ വെച്ച് പറയപ്പെടുമെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നാം ചില സൂറത്തുകളുടെ, വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ നമ്മോട് സംവദിക്കുന്ന രൂപത്തിൽ, ചില ആയത്തുകൾ നമ്മോട് സംവദിക്കുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനുമായി സ്വാഹിബാകേണ്ടതുണ്ട്. സഹാബാക്കൾ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ ചില പ്രത്യേക സൂറത്തുകളുടെ സ്വാഹിബുകളായിരുന്നു.
ഹുനൈൻ യുദ്ധവേളയിൽ ചില സഹാബാക്കൾ പിന്തിരിഞ്ഞു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, താങ്കൾ അവരെ തിരിച്ചു വിളിക്കണം. ആ പിന്തിരിഞ്ഞു പോകുന്ന സഹാബാക്കളെ താങ്കൾ തിരികെ വിളിക്കണം. എന്താണ് വിളിക്കേണ്ടത്? യാ അസ്ഹാബ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ സാഹിബുകളെ നിങ്ങൾ മടങ്ങി വരുന്ന രൂപത്തിൽ വിളിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത്തരത്തിലൊരു സൂറത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? 114 സൂറത്തിൽ ഏത് സൂറത്തിന്റെ സാഹിബുകളാണ് നാം ഓരോരുത്തരും? ഏത് ആയത്താണ് നമ്മുടെ ഹൃദയത്തോട് സംവദിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നാം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് വിശുദ്ധ ഖുർആൻ നാം സ്നേഹിച്ച് എപ്പോഴും നിരന്തരം പാരായണം ചെയ്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് കേൾപ്പിക്കുന്നവരായിക്കൊണ്ട് നാം മാറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, കേൾക്കുന്നതിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു രൂപത്തിൽ എപ്പോഴും കേവലം പാരായണമല്ലാതെ അതിന്റെ ആയത്തുകൾ ചിന്തിക്കുവാൻ, തദബ്ബുർ നടത്തുവാനുള്ള രൂപത്തിൽ നാം വിശുദ്ധ ഖുർആനുമായി അടുക്കേണ്ടതുണ്ട്. നിരന്തരം പാരായണം ചെയ്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക. ആ ഒരു രൂപത്തിൽ വിശുദ്ധ ഖുർആനുള്ള ബന്ധം സ്ഥാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വഉസല്ലിമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിൽ തദബ്ബുർ നടത്തുവാനും നാം തയ്യാറെടുക്കുമ്പോൾ നാം ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധ ഖുർആനെ സ്വീകരിക്കുവാനും അതിനെ വരവേൽക്കുവാനും വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം എന്നുള്ളതാണ്. ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അതുമായി ഇടവൈകുമ്പോഴും ഇഖ്ലാസ് ഉണ്ടാകണം എന്നുള്ളതാണ്. കേവലം പാരായണം ചെയ്തു പോകുന്നതല്ല, മറിച്ച് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന രൂപത്തിൽ വായിക്കുന്നതല്ല. മറ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പോലെയല്ല വിശുദ്ധ ഖുർആൻ ഞാൻ വായിക്കുന്നത്, മറിച്ച് എന്നേക്കാളേറെ സ്നേഹിക്കുന്ന എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണിത്. ആ റബ്ബ് എന്നോട് സംസാരിക്കുന്നതും എന്നോട് സംവദിക്കുന്നതും പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഞാൻ ഇത് പാരായണം ചെയ്യുന്നത്, പഠിക്കുന്നത് എന്നൊരു നിയ്യത്തോടു കൂടി, ഇഖ്ലാസോട് കൂടിയായിരിക്കണം നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും മറ്റു കാര്യങ്ങളിൽ മുഴുകിയോ മറ്റു പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടാകാതെ പരമാവധി ശ്രമിക്കണം. മറിച്ച് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ ശ്രദ്ധയും വിശുദ്ധ ഖുർആന് കൊടുത്തുകൊണ്ട് നമ്മളും വിശുദ്ധ ഖുർആനും ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് വീട്ടിന്റെ റൂമുകളിൽ, മുസല്ലകളിൽ, പള്ളിയിൽ ആരോരും ഇല്ലാത്ത നേരത്ത് ഞാനും എന്റെ റബ്ബിന്റെ കലാമും മാത്രം ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ, അവിടെ നമ്മുടെ മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് മറ്റെല്ലാവിധ ശുഗലുകളെല്ലാം മാറ്റിവെച്ച് പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനുമായി മാത്രം ഒറ്റക്കാകുന്ന സന്ദർഭങ്ങളിലായിരിക്കണം നാം വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതും. അതോടൊപ്പം ചില ആളുകൾ വിശുദ്ധ ഖുർആൻ അത് വളരെ വേഗത്തിൽ പാരായണം ചെയ്തു പോകുന്നതെല്ലാം കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി നാം മുതിരുമ്പോൾ അവിടെ മെല്ലെ സാവകാശം അതിൽ ചിന്തിച്ചു കൊണ്ടായിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത്. സഹാബാക്കൾ ഒരു രാത്രിയിൽ ഒറ്റ ആയത്ത് കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഓതി തീർത്ത, നിസ്കരിച്ച സഹാബാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ ആ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്ത് അതിൽ ചിന്തിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു അവർ പാരായണം ചെയ്ത് എന്നുള്ളതാണ്. സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ പറയാറുണ്ട്, ലാ തസ്തഅജിലൂ, നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിന്ന് വേഗത്തിൽ പാരായണം ചെയ്തു പോകരുത്, വേഗം ധൃതിയിൽ പോകരുത്, മറിച്ച് ഖിഫ് ഇൻദ കുല്ലി ആയ, എല്ലാ ആയത്തിന്റെ മുമ്പിലും നിങ്ങളൊന്ന് നിൽക്കണേ എന്ന് സലഫുകൾ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കവിത പോലെ, ഒരു പാട്ട് പോലെ പാടി പോകേണ്ടതോ അല്ലെങ്കിൽ ഒഴുകി പോകേണ്ട ഒന്നല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത്, മറിച്ച് അതിന്റെ അത്ഭുതങ്ങൾക്ക് മുമ്പിൽ നിങ്ങളൊന്ന് നിൽക്കണേ, സാവകാശം പാരായണം ചെയ്യണമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നാം ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ടാൽ വളരെ അത്ഭുതം കൂടിക്കൊണ്ട് ഒരുപാട് നേരം അതിലേക്ക് നോക്കി നിൽക്കും. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളും ഓരോ സന്ദർഭങ്ങളും അതിലെ ഓരോ പേജുകളും എന്നുള്ളത്
അത്ഭുതമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ ധൃതി കാട്ടാതെ മറിച്ച് സാവകാശത്തിൽ നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്ന രൂപത്തിലായിരിക്കണം നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഹരിഖു ബിഹിൽ ഖുലൂബ്, ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ചലനം സൃഷ്ടിക്കണം. ഈ വിശുദ്ധ ഖുർആൻ നാം അതിന് കൊടുക്കേണ്ട രൂപത്തിൽ അതിന്റെ അവകാശം കൊടുത്ത് അത് പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് പാരായണം ചെയ്താൽ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ കണ്ണുകളെ നനയിപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തിപ്പിക്കുമെന്നുള്ളതും തീർച്ചയാണ്. ആ ഒരു രൂപത്തിൽ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരേണ്ട ഒരു കാര്യം, ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ആയത്ത് എന്നോട് സംവദിക്കുന്നത്, ഈ ആയത്ത് എങ്ങനെയാണ് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതിൽ നിന്ന് എന്ത് പാഠമാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള ചിന്തയാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവർ പാരായണം ചെയ്ത അതേ ആയത്തുകൾ തന്നെയാണ് നാമും പാരായണം ചെയ്യുന്നത്. പക്ഷേ അവർക്കുണ്ടായിരുന്ന കണ്ണുനീരുകൾ, അവർക്കുണ്ടായിരുന്ന മാറ്റം, അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന ആ സ്വാധീനങ്ങൾ അത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സലഫുകൾ പാരായണം ചെയ്ത് അവർ തദബ്ബുർ നടത്തിയ ഒരു ആയത്ത്, ഒരു ഉദാഹരണം എന്ന നിലക്ക് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമയോടും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാമയോടും ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ ഫിർഔനിനോട് പറയേണ്ടത് ഖൗലുൽ ലയ്യിൻ, മൃദുവായ സംസാരമാണ് നിങ്ങൾ ഫിർഔനിനോട് പറയേണ്ടത് എന്നുള്ളത്. ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ സലഫുകൾ ഒരുപാട് പേർ അവർ കരയുകയാണ്, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. നാമും ഈ ആയത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് കണ്ണുനീർ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ കരഞ്ഞത്? അവർ ഈ ആയത്തിൽ ചിന്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനോട് പറയാൻ പറഞ്ഞത് ഖൗലുൽ ലയ്യിൻ, മൃദുവായ സംസാരം എന്നുള്ളതാണ്. ഫിർഔൻ അഹങ്കരിച്ച് ധിക്കാരം നടിച്ച് ഫിർഔൻ പറഞ്ഞത് അന റബ്ബുകുമുൽ അഅല, ഞാനാ നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് ധിക്കാരം കാണിച്ച് ഫിർഔനിനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറഞ്ഞത് ഖൗലുൽ ലയ്യിൻ, മൃദുവായ സംസാരം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിരന്തരം സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്ന മുസ്ലിമായ ഒരു അടിമയോട് എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഉണ്ടാവും എന്നുള്ളത് സലഫുകൾ ചിന്തിച്ച് കരയുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയായിരിക്കണം നാം തദബ്ബുർ നടത്തേണ്ടത്. അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ നാം പഠിക്കണം. അതിന്റെ ഭാഷ, അതിലെ പരിഭാഷ വായിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ ഒരു ആശയം നാം പഠിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ, നിസ്കാരങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ എല്ലാം അതെല്ലാം ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന്റെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനെയും ഗൗരവം സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നാം ഒരുപാട് ഭൗതിക വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ, ഭൗതികമായ തസ്തികകൾ നേടിയെടുക്കുവാൻ ഒരുപാട് സമ്പത്തും സമയവും എല്ലാം ചെലവഴിച്ച് നാമും നമ്മുടെ മക്കൾക്കുമെല്ലാം അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നാം എവിടെയാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അല്ലാഹ തആല യുബ്ഗിദു കുല്ല ആലിമിൻ ബിദ്ദുനിയ വജാഹിലിൻ ബിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമാണ് കുല്ല ആലിമിൻ ബിദ്ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ ആലിമുകളായ, വജാഹിലിൻ ബിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ജാഹിലുകളായ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതിൽ ഏത് കൂട്ടത്തിലാണ് നാം ഓരോരുത്തരും ഉൾപ്പെടുക എന്നുള്ളത് നാം നമ്മുടെ ജീവിതം വിലയിരുത്തി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഒരുപാട് നാം നേടിയെടുക്കണം, വലിയ ഉയർന്ന ജോലികൾ അത് നാം ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ അതിനോടൊപ്പം വിശുദ്ധ ഖുർആനെ അവഗണിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകരുത്. മറിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും അള്ളാഹുവിന്റെ കലാമിലുള്ള ഇൽമിനെ കുറിച്ചും അതിലെ അറിവുകളെ കുറിച്ചും അതിന്റെ ആശയങ്ങളെ കുറിച്ചും പഠിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് അവസരങ്ങൾ, സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും അതിന് മുമ്പിലുണ്ട്. ഈ പള്ളിയിൽ പോലും എല്ലാ തിങ്കളാഴ്ചയും രാത്രി മഗ്‌രിബിന് ശേഷം QHLS ക്ലാസുകൾ നിരന്തരം നടക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തു ശുഅറ മൂസ സ്വലാഹി കാര ഉസ്താദ് അദ്ദേഹം നടത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെയെല്ലാം നാം കുടുംബസമേതം പങ്കെടുത്ത് ഈ പള്ളിയിൽ വന്ന് മഗ്‌രിബിന് ശേഷം QHLS ക്ലാസ്സിൽ പങ്കെടുത്ത് വിശുദ്ധ ഖുർആനെ പഠിക്കുവാനും നമുക്ക് അതിന്റെ പരിഭാഷ വായിക്കുവാനും അതുപോലെ തന്നെ അതിന്റെ തഫ്സീർ വായിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പഠിച്ചവരുടെ അടുക്കൽ നിന്ന് അവരുടെ ക്ലാസ്സിൽ പോയി മനസ്സിലാക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അതോടൊപ്പം നമ്മുടെ പോക്കറ്റിലുള്ള ഫോണിലൂടെയും നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പീസ് റേഡിയോ ആപ്പ് വഴി, അന്നൂർ ഓൺലൈൻ കോഴ്സ് വഴി ആഴ്ചയിൽ
3 ക്ലാസ്സുകൾ എന്ന നിലക്ക് സൗദിയിലെ വലിയ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുല്ലാഹ് അദ്ദേഹം നടത്തുന്ന ക്ലാസ്സുകളും നമുക്ക് ലഭ്യമാണ്. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കെ നാം അതിലേക്ക് പോകാതിരിക്കുന്നത് ചിലപ്പോൾ നാളെ ആഖിറത്തിൽ നമുക്ക് തിരിച്ചടിയാകും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ദീനിനോടൊപ്പം നിൽക്കുവാനും ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ പ്രാവർത്തികമാക്കുവാനും എല്ലാം നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ സ്വഹാബികളായിക്കൊണ്ടും അള്ളാഹുവിന്റെ അഹ്ലുകൾ എന്ന് വിശേഷിപ്പിച്ച ഖുർആന്റെ ആളുകളായിക്കൊണ്ട് മാറുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അറിയാതെയും നാം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തിന്മകളും ഗഫാറായ അല്ലാഹു പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്താലും മറ്റു പ്രയാസത്താലും ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹുയുടെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുത്ത് അവർക്ക് ശിഫയും റഹ്മത്തും എല്ലാം നൽകി അവർക്ക് ആഫിയത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.